സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. യെസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പം ഇന്ന് ഞാൻ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് സാറിനകത്ത് ഒരു ബേസിക് അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അതിൻ്റെ അകത്തോട്ട് പോകാം. മിക്കവാറും ഒരു ക്ലാസ്സും കൂടെ വേണ്ടി വരും, കാരണം വേറെ കുറച്ച് അൽഗോരിതംസിൻ്റെയും കൂടെ ഇംപ്ലിമെൻറ്റേഷൻ കാണിക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു ക്ലാസ്സും കൂടെ എന്നാണേലും വേണ്ടി വരും. അപ്പം ഇനിയിപ്പം നമ്മൾ ഇത്രയും നാളും ഡേറ്റ പ്രീ പ്രോസസ്സിങ്, ഫീച്ചർ എഞ്ചിനീയറിങ്, അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ഫോക്കസിങ് ഓൺ മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ടേഷൻ, ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, സെൻറ്ററിങ് ആൻഡ് സ്കെയിലിംഗ്, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യവും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷനിൽ നിന്നുള്ള ഒരു സ്ലൈഡാണ്. അത് ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് വർക്ക് ഫ്ലോ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 4 സ്റ്റെപ്പ് ഉള്ളതിൽ നമ്മളിപ്പം 1ഉം 2ഉം ആണ് നമ്മളിപ്പം കഴിഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ഉള്ളത് നമ്പർ 3ഉം നമ്പർ 4ഉം ആണ്. അത് ഒരുമിച്ചങ്ങ് പോവും. അപ്പം കഴിഞ്ഞ നമ്മൾ 3 ക്ലാസ് എടുക്കേണ്ട വന്നു ഈ ആദ്യത്തെ 2 സ്റ്റെപ്പിന്. അപ്പം അതാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ബേസിക്കലി സ്റ്റെപ്പ് 1 തന്നെയാണ് ആക്ച്വലി ടേക്സ് ദ ലാർജസ്റ്റ് ടൈം ഇൻ എനി മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ്, റിഗാർഡ്ലെസ് ഓഫ് ദ ഡൊമൈൻ. ഏത് ഡൊമൈൻ, ഹെൽത്ത് കെയർ ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും ഇത് ഡസൻറ്റ് മാറ്റർ. ആദ്യത്തെ ആ ഒരു ഡേറ്റ ക്ലീനിങ്, ആ സ്റ്റെപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. പിന്നെ ഉള്ളത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ സ്റ്റെപ്പ് അല്ല. നമ്മൾ ജസ്റ്റ് ഇറ്റ് ഈസ് ഡിവൈഡിങ് ഇൻ ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പം നമ്മളത് നേരത്തെ കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ടായിരുന്നു. അതായത് നമ്മൾ വി ഡിവൈഡഡ് അവർ എൻഹാൻസ് ഡാറ്റ സെറ്റ് ഇൻ ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ് ബേസ്ഡ് ഓൺ എ റേഷ്യോ ഓഫ് 80:20. അതായത് 80% നമ്മൾ ട്രെയിനിങ്ങിലോട്ടും 20% നമ്മൾ ടെസ്റ്റിംഗ് സെറ്റായിട്ടും എടുത്തു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്പർ 3 ആണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, അപ്പം ഇതും കഴിഞ്ഞ ആദ്യത്തെ പ്രസൻറ്റേഷനിൽ നിന്നുള്ളതാണ്. ഇതൊന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. അപ്പം നമുക്ക് വി നോ ദാറ്റ് ദർ ആർ മെയിൻലി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. അതായത് ഒന്ന് സൂപ്പർവൈസ്ഡ്, പിന്നെയുള്ള അൺസൂപ്പർവൈസ്ഡ്, അതിൻ്റെ നേരെ എതിര് ഒരിത്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. നമ്മുടെ ഫോക്കസ് കൂടുതലും സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ്. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർവിഷൻ ഉണ്ട്. സൂപ്പർവിഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ നമ്മൾ ആ എൻഹാൻസ് ഡാറ്റ സെറ്റിലാണെങ്കിൽ ഈ കിഡ്നി ഡിസീസിൻ്റെ അതാണല്ലോ അവസാനം നമ്മൾ എടുത്തത്. നമുക്ക് ആദ്യം ഇനീഷ്യലി നമുക്ക് 2 പൊട്ടൻഷ്യൽ ടാർഗറ്റ് വേരിയബിൾസ് ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഓസ്റ്റിയോപൊറോസിസ് പ്രസൻസ് ഓർ ആബ്സെൻസ്, പിന്നെയുള്ളത് കിഡ്നി ഡിസീസ് പ്രസൻസ് ഓർ ആബ്സെൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓസ്റ്റിയോപൊറോസിസ് നമുക്ക് ആ ഡേറ്റയിൽ നിന്ന് തന്നെ നമുക്ക് അത് ആദ്യം നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഇറ്റ് ഹാഡ് ലോട്ട് ഓഫ് മിസ്സിംഗ് വാല്യൂസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് we will be trying to build an algorithm that can predict the risk for a kidney disease in a patient. അപ്പം ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് വി നോ വാട്ട് ഈസ് ഗോയിങ് ടു പ്രിഡിക്റ്റ്. അതായത് ടാർഗറ്റ് വേരിയബിൾ ഈസ് ഓൾറെഡി നോൺ ടു അസ്. ആൻഡ് ഓൾ ദ മെഷീൻ ലേണിംഗ് മോഡൽസ് ഇൻ സൂപ്പർവൈസ്ഡ് അൽഗോരിതംസ്, the goal is basically to map ഇൻപുട്സ് ടു ഔട്ട്പുട്ട്സ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ കേസിൽ ടാർഗറ്റ് വേരിയബിൾ തന്നെയാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രെഡിക്റ്റർ വേരിയബിൾസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഏജ് ഉണ്ടായിരുന്നു, BMI, കുറച്ച് ബ്ലഡ് റിലേറ്റഡ് ബയോകെമിക്കൽ വാല്യൂസ്, പിന്നെ ജെൻഡർ ഓഫ് ദ പേഷ്യൻറ്റ്. അധികമില്ല, എനിക്കൊന്ന് 10 or 11 only predictor variables, and we have around I think 12,000, 13,000 patient data.
അപ്പം ഈ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസിന്റെ അകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ആണ് ഈ ലിസ്റ്റ് ഉള്ളത്. ഇതൊരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് അല്ല, പക്ഷേ ദീസ് ആർ സം ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഫോർ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് ലോജിസ്റ്റിക് റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ, റാൻഡം ഫോറസ്റ്റ്. റാൻഡം ഫോറസ്റ്റിനെ പറ്റി നമ്മൾ ആ ഇൻവിറ്റേഷന്റെ സമയത്ത് വന്നായിരുന്നു. ആ സെയിം ഇത് തന്നെയാണ് ഇവിടെ. പിന്നെയുള്ളത് ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻ, സപ്പോർട്ട് വെക്ടർ മെഷീൻ, മൾട്ടി ലെയർ പെർസെപ്ട്രോൺസ്. അത് ഡീപ്പ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൾട്ടി ലെയർ പെർസെപ്ട്രോൺസ്, MLP എന്ന് ഷോർട്ട് ഫോമിൽ പറയും. പിന്നെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, CNN, അതും ഡീപ്പ് ലേണിംഗിൽ പെടുന്നതാണ്. അത് CNN കൂടുതൽ ഉപയോഗിക്കുന്ന ഇമേജ് റിലേറ്റഡ് പ്രഡിക്ഷൻ ടാസ്കിനാണ്. അതായത് ഇമേജ് കാണിച്ചിട്ട് അതെന്തിന്റെ ഇമേജ് ആണ്, അല്ലെങ്കിൽ അതിന് ഹെൽത്ത് കെയർ വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പം ആദ്യത്തെ ക്ലാസ്സിൽ കാണിച്ചുള്ള ന്യൂമോണിയ ഡിറ്റക്ഷൻ, അതായത് ആ ഇമേജ് കാണിച്ചിട്ട് വെദർ ഓർ നോട്ട് is there a presence of a lung opacity in the chest X-ray or not. അപ്പോൾ അത് ഈ CNN ആണ് കൂടുതലും ഇമേജ് റിലേറ്റഡ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അതായത് ഇതിന്റെ അകത്ത് ഇത് സൂപ്പർവൈസ്ഡ് ഫേസ് റെക്കഗ്നീഷൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏതാ ഫേസ് റെക്കഗ്നീഷൻ അൽഗോരിതംസ്. ഫേസ് റെക്കഗ്നീഷനും CNN ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് വേറെയും കുറെ അൽഗോരിതംസ് ഉണ്ട് ഫേസ് റെക്കഗ്നീഷന്. ബട്ട് CNN ഈസ് ഡെഫിനറ്റ്ലി ദെയർ. അത് ഡീപ്പ് ലേണിംഗിന്റെ പാട്ടല്ലേ? അതെ അതെ. മൾട്ടി ലെയർ പെർസെപ്ട്രോണും കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്കും, അത് ലാസ്റ്റ് രണ്ടെണ്ണം കാണിച്ചേക്കുന്നത്, അത് രണ്ടും ഡീപ്പ് ലേണിംഗിന്റെ പാർട്ടാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് സൂപ്പർവൈഷന് നേരെ എതിരാണ്. അതായത് ഇതിന്റെ അകത്ത് നമുക്ക് സൂപ്പർവിഷൻ ഇല്ല. അതായത് ഹിയർ ആക്ച്വലി വി ആർ നോട്ട് ട്രൈങ് ടു പ്രിഡിക്റ്റ് എ നോൺ ടാർഗറ്റ് വേരിയബിൾ. അതായത് ഹിയർ ദ ഗോൾ ഈസ് ബേസിക്കലി ടു ഫൈൻഡ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് ഇൻ ദ ഡേറ്റ. അതായത് അത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് അബൌട്ട് ക്ലസ്റ്ററിങ്. അതായത് ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ ക്യാൻ യു ഫൈൻഡ് കോറിലേറ്റഡ് ക്ലസ്റ്റേഴ്സ് ഇൻ ദാറ്റ് ഡേറ്റ. സോ ഇപ്പം നമ്മുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഗിവൺ എ പേഷ്യൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു അൺസൂപ്പർവൈസ്ഡ് അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ യു മൈറ്റ് ഗെറ്റ് ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ആ ക്ലസ്റ്റേഴ്സിന് മെഡിക്കലി മീനിങ് ക്ലിനിക്കലി മീനിങ് ഒരു അർത്ഥം ആദ്യം ഇല്ല. കാരണം അത് ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ഫൈൻഡിങ് ക്ലോസ്ലി റിലേറ്റഡ് പേഷ്യൻസ് വിച്ച് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് കോമൺലി ബിറ്റ്വീൻ ദം. ഇപ്പോൾ ഒരു 1000 പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ലെറ്റ്സ് ഇമാജിൻ എ സെനാരിയോ വെയർ ദ അൽഗോരിതം റിട്ടേൺസ് യു 10 ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. ഇപ്പം ഒരെണ്ണത്തിനകത്ത് 100 പേഷ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ 100 വെച്ച് 10 ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ്. അപ്പോൾ ഒരു ക്ലസ്റ്ററിനകത്തുള്ള പേഷ്യൻസിന് ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പോൾ അത് ആ ക്ലസ്റ്ററിനകത്ത് ഏത് പേഷ്യൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊരു മെഡിക്കലി ഒരു അർത്ഥം വരണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഈസ് ദെയർ എ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ക്ലസ്റ്റർ അസൈൻമെന്റ് ഓഫ് ദ പേഷ്യൻസ് ആൻഡ് സംതിങ് വിച്ച് ഈസ് ലൈക്ക് ക്ലിനിക്കലി മീനിങ് ഫുൾ. Maybe their overall survival, maybe progression from one stage to another. അതെന്ത് വേണേലും ആകാം. അപ്പം അത് വേറൊരു സ്റ്റെപ്പാണ് അൺസൂപ്പർവൈസ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടുപിടിക്കും. അപ്പം അതിൻ്റെ അകത്ത് ഈ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്, കെ മീൻസ്, ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിങ്, DB സ്കാൻ, ഇങ്ങനത്തെ ഇതെല്ലാം ഓട്ടോ എൻകോഡേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഡീപ്പ് ലേണിംഗിന്റെ പാർട്ടാണ്. You can think of it like the deep learning counterpart of principal component analysis. ചിലരൊക്കെ അറ്റ്ലീസ്റ്റ് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ്, PCA. അത് ഒരു വളരെ കോമൺലി യൂസ്ഡ് ടെക്നിക്കാണ്. Unsupervised algorithm per se it might not be that popular, but PCA is also used for data pre-processing. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇച്ചിരി കഴിഞ്ഞ് വരുന്നുണ്ട്. Talk about PCA in supervised learning also. How PCA can be used for supervised learning also. അപ്പോൾ അതാണ് unsupervised learning. Basically here the goal is to find the hidden patterns or clusters in given a data. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് അധികമില്ല. ഇത് ഒരു റിലേറ്റീവ്ലി ന്യൂ ഫീൽഡ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണ്. കൂടുതലും ഉപയോഗിക്കുന്നത് ഈ
ഗെയിമിംഗ് റിലേറ്റഡ് തിങ്സ്. ഇപ്പം ഈ കഴിഞ്ഞ പ്രസന്റേഷനിൽ ഓർമ്മയൊന്നും വരത്തില്ല, ആൽഫാഗോയുടെ കഥ പറഞ്ഞപ്പോൾ ആ ഗോ എന്നുള്ള ബോർഡ് ഗെയിം അതിൻ്റെ ചാമ്പ്യനെ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ബീറ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പം ആ അൽഗോരിതം ആക്ച്വലി ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ് ടൈപ്പ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡീപ്പ് ലേണിംഗ് കൗണ്ടർ പാർട്ടാണ് ഈ ഡീപ്പ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഗോയുടെ ഒക്കെ ഡീപ്പ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആയിരുന്നു അതിൻ്റെ അകത്ത്. ദ അതർ തിങ്സ് ലൈക്ക് മോണ്ടെ കാർലോ, ക്യൂ ലേണിംഗ്, സർസ, അതെല്ലാം ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് മോഡൽസ് ആയിട്ട് വേണേൽ പറയാം. അപ്പം ഓക്കെ, അപ്പോൾ അതാണ് ഈ അപ്പോൾ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഈ ഡീപ്പ് ലേണിംഗ് ഹാസ് ഗ്രോൺ ട്രമെൻഡസ്ലി ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഓർ സോ ദാറ്റ് ഇറ്റ് ഹാസ് ആക്ച്വലി ബിക്കം സംവാട്ട് സിനോണിമസ് വിത്ത് AI. ഇപ്പം ചിലപ്പോഴൊക്കെ ഇൻഡസ്ട്രിയിലൊന്നും ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നൊക്കെ പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് ആയിട്ട് പോലും ഇപ്പം കൺസിഡർ ചെയ്യുന്നില്ല. ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് സ്റ്റിൽ എ മെഷീൻ ലേണിംഗ്. ബട്ട് ഈ ഡെഫിനേഷൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. ചിലർ ലോജിസ്റ്റിക് റിഗ്രഷൻ മെഷീൻ ലേണിംഗ് അല്ല, AI അല്ല, അങ്ങനെയൊക്കെ പറയും. എനിവേ, theoretically speaking, these are all different types of algorithms that you can use to learn something from the data. അപ്പോൾ അതാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. ഇനിയിപ്പം നമ്മൾ ഇപ്പം ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. അതാണ് കൂടുതലും എല്ലായിടത്തും തന്നെ ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ യൂസ് കേസസ് ഇൻ AI and ML, especially in healthcare, revolves around the supervised machine learning use cases. അത് പറഞ്ഞ പോലെ തന്നെ ഈ ടാർഗറ്റ് ഈസ് നോൺ ഓൾറെഡി. സോ ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കിഡ്നി ഡിസീസ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ. ഒരു കാര്യം, നമ്മുടെ ഈ പർട്ടിക്കുലർ ഡേറ്റ എന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക്കലി അവൈലബിൾ ഡേറ്റയാണ്. ഇതിപ്പം അതിൻ്റെ വെദർ ഇറ്റ് ഈസ് സീരിയസ്ലി ഗുഡ് ഇനഫ് ടു ഡു സച്ച് കൈൻഡ് ഓഫ് കിഡ്നി ഡിസീസ് റിസ്ക് പ്രഡിക്ഷൻ, അത് മിക്കവാറും കാണത്തില്ല. കാരണം ഇത് എപ്പോഴാണ് ഈ ഡേറ്റ കളക്ട് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൻ്റെ എക്സാക്ട് ടൈം പോയിന്റ് ഒന്നും നമുക്കറിയത്തില്ല. മാത്രമല്ല, കിഡ്നി ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആക്ച്വലി ഇറ്റ് ഇസ് എ പേഷ്യന്റ് റിപ്പോർട്ടഡ് ഔട്ട്കം. അതായത് പേഷ്യന്റിനോട് ഒരു ക്വസ്റ്റനെയർ ചോദിച്ചിട്ട് വെദർ ഓർ നോട്ട് ഹാവ് എനിബഡി ടോൾഡ് യു വെദർ യു ഹാവ് കിഡ്നി ഡിസീസ്, അതിൻ്റെ ആൻസർ പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ബേസിക്കലി എൻഹാൻസ് ഡേറ്റയിലുള്ളത്. അപ്പോൾ പേഷ്യന്റ് റിപ്പോർട്ടഡ് ഔട്ട്കം എന്ന് പറയുമ്പോൾ അതിനകത്ത് എറേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അത് നമുക്കങ്ങനെ കറക്റ്റ് ഇതാണെന്ന് വരത്തില്ല. പക്ഷേ എനിവേ, ഫോർ ആൻ എക്സാമ്പിൾ വി വിൽ സ്റ്റിൽ ഗോ ത്രൂ ദ സെയിം ഡേറ്റ. പിന്നെ ഈ ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുമ്പം നിങ്ങളിപ്പം വല്ല ലിറ്ററേച്ചറൊക്കെ വായിക്കാൻ പോകണം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആർട്ടിക്കിളൊക്കെ വായിക്കാൻ പോകുമ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ടേംസ് കാണാൻ ചിലർ ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയും, ചിലർ റെസ്പോൺസ് വേരിയബിൾ എന്ന് പറയും, ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഔട്ട്കം വേരിയബിൾ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ടാർഗറ്റ് വേരിയബിൾ, റെസ്പോൺസ് വേരിയബിൾ, ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഔട്ട്കം വേരിയബിൾ. Now, depending on the type of target variable, supervised ML can again be classified into two major types. അതായത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് വേരിയബിളിന്റെ ടൈപ്പ്, ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ടാർഗറ്റ് വേരിയബിൾ ഇസ് കാറ്റഗോറിക്കൽ ഓർ നോട്ട്, ദർ ആർ ടു മേജർ ടൈപ്സ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. അതായത് അതിൻ്റെ അകത്ത് ടാർഗറ്റ് വേരിയബിൾ കാറ്റഗോറിക്കലാണ്. കാറ്റഗോറിക്കൽ വേരിയബിൾ മീൻസ് ഇറ്റ് ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഓൺലി ടേക്ക് സ്പെസിഫിക് വാല്യൂസ്. ഇപ്പം ജെൻഡർ ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ്, കാരണം ഇറ്റ് ക്യാൻ ഓൺലി ടേക്ക് ലൈക്ക് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അതേസമയം കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ന്യൂമറിക്കൽ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് possibilities are there for that value. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ യു ക്യാൻ സേ എന്നാ പറയുന്നത്, ഒരു സീറം കൊളസ്ട്രോൾ ലെവൽ, അങ്ങനത്തെ ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. അതിന് റിഗ്രഷൻ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. അപ്പം വി ഹാവ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആൻഡ് റിഗ്രഷൻ പ്രോബ്ലം. ഇൻ അവർ എക്സാമ്പിൾ, ഈ എൻഹാൻസ് ഡേറ്റ, അവർ ടാർഗറ്റ് വേരിയബിൾ ഈസ് എ ബൈനറി കാറ്റഗോറിക്കൽ വേരിയബിൾ. അതായത് നമുക്ക് 0 or 1. 0 എന്ന് പറയുന്നത് ദാറ്റ് പേഷ്യന്റ് ഡിഡ് നോട്ട് ഹാവ് എ കിഡ്നി ഡിസീസ്, 1 എന്ന് പറയുന്നത് ദാറ്റ് പേഷ്യന്റ് ഹാഡ് എ കിഡ്നി ഡിസീസ്. അപ്പോൾ അത് സോ ഇറ്റ് ബിക്കെയിം നോൺ ആസ് ബൈനറി ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ദ മോസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ ടാസ്ക്, ബൈനറി ക്ലാസിഫിക്കേഷൻ. ഇനിയിപ്പോൾ 0, 1, 2 അങ്ങനെ മൾട്ടി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസും ഉണ്ട്.
ഇപ്പം 0, 1, 2 എനി n നമ്പർ ഓഫ് ലെവൽസ് അതും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് given a particular data, what exactly is the class of that instance. Instance means observation or a row. അതായത് നമ്മുടെ ഡേറ്റയിലുള്ള ഓരോ റോയ്ക്കും മെഷീൻ ലേണിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇത് നേരത്തെ കണ്ട അതിൻ്റെ തന്നെയാണ്. അതായത് ഇതെല്ലാം തന്നെ നമുക്ക് ഈ സൂപ്പർവൈസ്ഡ് ബൈനറി ക്ലാസിഫിക്കേഷൻ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആണ്. വി ഹാവ് ലോജിസ്റ്റിക് റിഗ്രഷൻ, ലാസോ ആൻഡ് റിഡ്ജ്. ഈ ആദ്യത്തെ മൂന്നെണ്ണം ആക്ച്വലി ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ദ ഡിഫറൻസ് ഈസ് ആക്ച്വലി in their optimization function. We will come into that little later, maybe in the next class. ലാസോ എന്ന് പറയുന്നത് ലീസ്റ്റ് absolute shrinkage operator, and ridge regression. Elastic net, it's actually very commonly used. ഞാൻ എൻ്റെ പ്രോജക്റ്റിലൊക്കെ കുറേ ഉപയോഗിച്ചിട്ടുള്ള ഇലാസ്റ്റിക് നെറ്റ് ആണ്. പിന്നെയുള്ളത് റാൻഡം ഫോറസ്റ്റ്, സപ്പോർട്ട് വെക്ടർ മെഷീൻസ്, ഗ്രേഡിയൻ ബൂസ്റ്റിംഗ് മെഷീൻ, പിന്നെ ഡീപ്പ് ലേണിങ്ങും ഈ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ലിസ്റ്റിനകത്തുനിന്ന് ഇത് നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിന് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദിസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ അതർ കേസസ്. അതായത് ഇത് ഈ പറയുന്നതല്ല എക്സെപ്റ്റ് ലോജിസ്റ്റിക് റിഗ്രഷൻ, ബാക്കിയെല്ലാം നമുക്ക് റിഗ്രഷൻ പ്രോബ്ലംസിന് ഉപയോഗിക്കാം. വെൻ ദ ടാർഗറ്റ് വേരിയബിൾ ഈസ് കണ്ടിന്യൂസ് ഓൾസോ. അപ്പോൾ അത് ഓർത്തിരിക്കണം. അതായത് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ഓൺലി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ടാർഗറ്റ് വേരിയബിളിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇനിയിപ്പം പ്രിഡിക്റ്റർ വേരിയബിൾ എങ്ങനെയായിരിക്കണം? പ്രിഡിക്റ്റർ വേരിയബിളിന് അങ്ങനെ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് അത് എന്ത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇറ്റ് ക്യാൻ ബി മിക്സഡ്. ഇറ്റ് ക്യാൻ ബി മിക്സ്ചർ ഓഫ് കാറ്റഗോറിക്കൽ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾസ്. ക്യാൻ ബി ആൻ ഓർഡിനൽ വേരിയബിൾ. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ അറ്റ് ഓൾ ടു ഇൻ എനി മെഷീൻ ലേണിംഗ് അൽഗോരിതം. അപ്പൊ ഇത് ഈ കുറച്ചൊരു മാത്ത് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ട് നമുക്കൊന്ന് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് പോവാം. അപ്പോൾ അതായത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിന്റെ ഒരു ഫണ്ടമെന്റൽ മാത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പ്രെഡിക്റ്റർ വേരിയബിൾസ്. അതാണ് ഈ എക്സ് എന്ന് പറയുന്ന ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ടാർഗറ്റ് വേരിയബിൾ ഈസ് അവർ വൈ, ആൻഡ് വി നീഡ് ടു മാപ്പ് എക്സ് ടു വൈ യൂസിങ് എ ഫംഗ്ഷൻ. അപ്പോൾ ആ മാപ്പിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് മാപ്പിംഗ് ഫംഗ്ഷൻ. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഒപ്റ്റിമൈസ്ഡ്. അപ്പോൾ ആ ഒപ്റ്റിമൈസ്ഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബേസിക്കലി എല്ലാ മെഷീൻ ലേണിംഗ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസിന്റെ ടാസ്ക്. അപ്പം ഈ ഫംഗ്ഷൻ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫറെന്റ് ഫംഗ്ഷൻ. So starting with logistic regression, ഇത് ആക്ച്വലി ലോജിസ്റ്റിക് റിഗ്രഷന്റെ ഒരു ഇക്വേഷൻ അല്ല. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എ equation of a linear regression, but they are very much interrelated. So in both logistic and linear regression, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് it is nothing, the y will be equated to the linear sum of all the categorical variables. അപ്പൊ ഇപ്പം നമുക്ക് ഇതിന്റെ അകത്ത് എത്രയാണ് n ഡിഫറെന്റ് പ്രെഡിക്റ്റർ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി ആർ ജസ്റ്റ് സമ്മിങ് all the different predictor variables to equate it to y. നിങ്ങൾക്കിത് ഓരോ റോ ആയിട്ട് വേണേൽ കരുതാം. അതായത് ഓരോ റോ എന്ന് പറയുമ്പോൾ ഈ x1 എന്ന് പറയുമ്പോൾ അത് ഒറ്റ സിംഗിൾ വാല്യൂ. അതൊരു ഇറ്റ് മൈറ്റ് ബി എ ന്യൂമറിക്കൽ വാല്യൂ ലൈക്ക് 0, 1. ഇറ്റ് ക്യാൻ ബി എനി ന്യൂമറിക്കൽ വാല്യൂ. അപ്പം ഹിയർ ഇൻ ദിസ് ഇക്വേഷൻ വി ഓൾറെഡി നോ എക്സ് ആൻഡ് വൈ അല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ വൈയും ഉണ്ട് എക്സും ഉണ്ട്. നമുക്കറിയത്തില്ലാത്തത് ഈ ബേറ്റാസ് ആണ്. അത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ ടാസ്ക്. സോ ബേസിക്കലി ഇഫ് യു വാണ്ട് ടു optimize this mapping from x to y, you need to find the best combination of beta that will reduce the error. So നമുക്ക് വൈയും എക്സും ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ഈ ഓരോ ഇപ്പം ബേറ്റ 0, ബേറ്റ 1, ബേറ്റ 2, ബേറ്റ 3 ടിൽ ബേറ്റ n,
ഇതൊരു റാൻഡം ആയിട്ടൊരു n ഡിഫറെൻറ്റ് വാല്യൂസ് ഇതിന് അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ആക്ച്വൽ വാല്യൂ വി ഓൾറെഡി നോ അല്ലേ. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുന്നതാണ് പ്രഡിക്ഷൻ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി ഓൾറെഡി നോ ദ ആക്ച്വൽ വാല്യൂ. സോ യു ക്യാൻ ആക്ച്വലി കമ്പയർ. So comparison means you can think of it like subtracting y from the predicted output. അപ്പോൾ അതാണ് ബേസിക്കലി എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കേസിൽ ഈ റാൻഡം ആയിട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അതും തിയററ്റിക്കലി ഇറ്റ് ഈസ് പോസിബിൾ അല്ലേ. നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ചോയ്സസ് ആർ ദെയർ. സോ ദാറ്റ് ഈസ് യു ക്യാൻ കോൾ ഇറ്റ് എ ബ്രൂട്ട് ഫോഴ്സ് ട്രൈ. ബ്രൂട്ട് ഫോഴ്സിൽ ചുമ്മാ കുറേ റാൻഡം ആയിട്ട് നമ്മൾ കുറേ വാല്യൂസ് ഈ ബേറ്റാസിന് അസൈൻ ചെയ്തിട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ബേറ്റാസ് എന്ന് കണ്ടുപിടിക്കുക. അത് ആക്ച്വലി ഇറ്റ് ഈസ് നെവർ റിയലി പോസിബിൾ. ഇറ്റ് വിൽ മീൻ ഫ്രം എ തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഉള്ളി ഇറ്റ് ഈസ് ഫീസിബിൾ. അത് ഒത്തിരി സമയമെടുക്കും. അത് സമയമെടുക്കും എന്നല്ല, അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല ബ്രൂട്ട് ഫോഴ്സ് ട്രൈ. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് എന്തായാലും സ്മാർട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടോയെന്നാണ്. അതായത് ഒരു തവണ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സെറ്റ് ആകുമ്പം എറർ കുറയ്ക്കണം. ഈ റാൻഡം ആയിട്ട് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഇപ്പം നമുക്ക് 10 ഡിഫറെൻറ്റ് കോമ്പിനേഷൻ സെറ്റ് ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ സെറ്റിൽ നിന്ന് നമ്മൾ ഇത് കണ്ടുപിടിച്ച് എറർ കണ്ടുപിടിച്ചു. ഇനിയിപ്പം രണ്ടാമത്തെ സെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എറർ കണ്ടുപിടിക്കുമ്പം അത് കൂടുകയോ കുറയോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല, കാരണം ഇറ്റ് ഈസ് എ റാൻഡം പ്രോസസ്. അപ്പോൾ അതൊരു എന്നാ പറയുന്നത്, ഒരു ഭയങ്കര ഒരു ലക്ക് ഉണ്ടെങ്കിലേ അതിൻ്റെ അവസാനം ഒരു എറർ മിനിമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്മാർട്ട് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും എറർ കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എല്ലാം തന്നെ അതിൻ്റെ ഫണ്ടമെന്റൽ മാത്ത്. അതിൻ്റെ ഈ കൂടുതൽ മാത്തിലോട്ട് നമ്മൾ പോകുന്നില്ല. ബട്ട് ഗ്രേഡിയൻ ഡിസെൻഡ് എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ് ഈ ലോജിസ്റ്റിക് റിഗ്രഷനിലും ഡീപ്പ് ലേണിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്നു ഒരു ഒപ്റ്റിമൈസേഷൻ അൽഗോരിതം. അതായത് ബേസിക്കലി ത്രൂ ഈച്ച് ഇറ്ററേറ്റീവ് പ്രോസസ് in each step error will reduce and it should be after reaching a particular step you might find that the error doesn't decrease anywhere. അപ്പോൾ ആ സ്റ്റെപ്പ് റീച്ച് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഒരു ഫിനോമിനൻ ആണ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവേർജൻസ് അറ്റൈൻ ചെയ്യുമ്പോഴാണ് we know that okay the training got completed, this is the least error that you could get from this algorithm. അപ്പോൾ ആ കൺവേർജൻസ് അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എൻഡ് ഗോൾ ട്രെയിനിങ്ങിൻ്റെ. അപ്പോൾ ഇത് ലോജിസ്റ്റിക് റിഗ്രഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ മാപ്പിംഗ് ഫംഗ്ഷൻ മാപ്സ് ഓൾ ദ പ്രെഡിക്റ്റർ വേരിയബിൾസ് ടു ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് ക്ലാസിഫൈഡ് ആസ് എ പോസിറ്റീവ് ക്ലാസ്. അപ്പോൾ പോസിറ്റീവ് ക്ലാസ് അല്ലെ നെഗറ്റീവ് ക്ലാസ് എന്താണെന്നുള്ളൊരു സംശയം അപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജനറലി മെഷീൻ ലേണിംഗിൽ പോസിറ്റീവ് നെഗറ്റീവ് ക്ലാസ് എന്ന് പറയുന്നത് you can interchange it. It actually depends upon you. But usually the good norm is positive class in our case is 1. 1 എന്ന് പറയുന്നത് it is basically the presence of kidney disease. So logistic regression given the ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ പ്രെഡിക്റ്റർ വേരിയബിൾസിൻ്റെ വാല്യൂസ് ഇന്നതാണ് എങ്കിൽ ദെൻ ആ പേഷ്യൻറ്റിന് കിഡ്നി ഡിസീസ് ഉണ്ട് എന്ന് കാണിക്കുന്ന പ്രോബബിലിറ്റി എത്രയാണ്, അതാണ് ബേസിക്കലി ലോജിസ്റ്റിക് റിഗ്രഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഓരോ പേഷ്യൻറ്റിനും അത് ആ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും. സോ ലെറ്റ്സ് സേ ഇഫ് യു ഹാവ് 1000 സബ്ജക്ട്സ് ഇൻ ദ ട്രെയിനിങ് സെറ്റ് ദെൻ വി വിൽ ഗെറ്റ് 1000 ഡിഫറെൻറ്റ് പ്രോബബിലിറ്റി വാല്യൂസ്. അപ്പോൾ ഇപ്പം ഈ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഇത് ലീനിയർ റിഗ്രഷൻ്റെ ഫംഗ്ഷനാണ് ഈ കണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം കൂടെ സം ചെയ്താൽ എങ്ങനെയാണ് ഇത് ബിറ്റ്വീൻ ഈ പ്രോബബിലിറ്റി വാല്യൂ ആവുന്നത്. കാരണം ഇത് പ്രോബബിലിറ്റി ഷുഡ് ബി സംതിങ് ബിറ്റ്വീൻ 0 and 1 അല്ലേ. പക്ഷേ ഈ വാല്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് ബിറ്റ്വീൻ 0 and 1 ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ലെറ്റ്സ് സേ x1 denotes something like serum cholesterol level. So that cholesterol level itself can be like 100 milligram
200 അങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെയാണ് ഈ y വാല്യൂവിനെ നമ്മൾ ബിറ്റ്വീൻ 0 ആൻഡ് 1 റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അവിടെയാണ് ഈ ലോജിസ്റ്റിക് റിഗ്രഷനും ലീനിയർ റിഗ്രഷനും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. അപ്പം ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ അതിൻ്റെ അകത്ത് the predicted value will actually be constrained to a number between 0 and 1 using a sigmoid function. അപ്പോൾ ഈ ഫംഗ്ഷൻ ആണ് ആക്ച്വലി സിഗ്മോയിഡ്. ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഡയഗ്രാമാണ് സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ വേരിയബിളെ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. ദിസ് വേരിയബിൾ ഈസ് t. So t has like 2, 4, 6, 8. It can take any values. So you can think of it like t as the sum of all this right hand side. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഓരോ പേഷ്യൻസിൻ്റെയും വാല്യൂസ് ആണ് ഈ ടി എന്ന് പറയുന്നത്. ആൻഡ് y ഈസ് ബേസിക്കലി യുവർ പ്രോബബിലിറ്റി. ഈ y ആക്സിസിൽ കാണിച്ചേക്കുന്നത് ദിസ് സിഗ്മോയിഡ് ഫംഗ്ഷൻ ഈസ് ബേസിക്കലി 1/1 പ്ലസ് e raised to minus t. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പം റിഗാർഡ്ലെസ് ഓഫ് ദ വാല്യൂ, regardless of the quantity of the value in the x-axis, the y value will always be between 0 and 1. അപ്പം ഇപ്പോൾ ഒരു കൂടുതൽ റിസ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആൻഡ് ഒരു സെനാരിയോ ഇമാജിൻ ചെയ്യുക. മെഷീൻ ലേണിംഗ് അൽഗോരിതം ആ ഡേറ്റയുടെ പാറ്റേൺ ഒരുമാതിരിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പേഷ്യൻസിൻ്റെ റിസ്കിനനുസരിച്ച് ആ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ ഇറ്റ് ഷുഡ് ഇൻക്രീസ്. കാരണം നമ്മുടെ പോസിറ്റീവ് ക്ലാസ് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് പ്രോബബിലിറ്റി, ദ ഔട്ട്പുട്ട് ഷുഡ് ബി ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് ക്ലാസിഫൈഡ് ആസ് ദ പോസിറ്റീവ് ക്ലാസ്. അപ്പോൾ ആ വാല്യൂ കൂടുതലാണെങ്കിൽ ഇറ്റ് വുഡ് ബിക്കം, യു സി, ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് 8 ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, ഇറ്റ് ഈസ് ലൈക്ക് ക്ലോസ് ടു 1. അതുപോലെ തന്നെ റിസ്ക് ഒട്ടും ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി എ വെരി സ്മോൾ വാല്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് റിസ്ക് വളരെ കുറവാണെന്നാണ്. അപ്പം if the patient's risk should be very low, then our probability value should also be very low. It should be, and when I say probability value should be very low, that means that probability value should be somewhere close to 0. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ വാല്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കും തോറും it will become 0, and വാല്യൂ കൂടുന്തോറും it will become 1. Now ഈ വാല്യൂസ് നമുക്ക് പ്രോബബിലിറ്റി റിസ്ക് വാല്യൂസ് ഓരോ പേഷ്യന്റിനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദെൻ ഹൗ വുഡ് യു മേക്ക് എ പ്രെഡിക്ഷൻ, അല്ലേ? നമുക്ക് ഇപ്പം ഒരു പേഷ്യന്റിന് 0.7 ആണ് വാല്യൂ വരുന്നതെങ്കിൽ ഹൗ വിൽ യു ആക്ച്വലി ക്ലാസിഫൈ ദാറ്റ് പേഷ്യന്റ് ഇൻ ടു വെദർ ഹി ഈസ് ഹാവിങ് എ കിഡ്നി ഡിസീസ് ഓർ നോട്ട്, ഓർ വാട്ട് എവർ ദ യൂസ് കേസ് ഈസ്. അപ്പം അവിടെ അത് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ബൈ ഡിഫോൾട്ട് in logistic regression, if this value is more than 0.5, then the predicted class will be 1, otherwise 0. അതായത് 50% കൂടുതൽ റിസ്ക് ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എങ്കിൽ then you will basically predict it as a positive case or a kidney disease case. അതേസമയം 50% കുറവാണെങ്കിൽ, 0.5 കുറവാണെങ്കിൽ, we will say that the patient is not having a risk for a kidney disease. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻഡ്യൂഷൻ. അപ്പം നേരത്തെ നമ്മൾ ഈ ഒപ്റ്റിമൈസേഷൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഇതൊരു ഇറ്ററേറ്റീവ് പ്രോസസ്സായിട്ട് ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ആൻ ഇറ്ററേറ്റീവ് പ്രോസസ്. അതായത് ഓരോ ഇത് മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ കൂടെയാണ് ദിസ് റൈറ്റ് സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഇൻ ഈച്ച് ഇറ്ററേഷൻ ദ അൽഗോരിതം ട്രൈസ് ടു ഇംപ്രൂവ് ദ വാല്യൂസ് ഓഫ് ഡാറ്റാസ് ദാറ്റ് വെർ ഡിറൈവ്ഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. സോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇച്ചിരി തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് വി ഓൾറെഡി നോ ദ ആക്ച്വൽ വാല്യൂ ആൻഡ് വി വുഡ് ഓൾസോ നോ ദ പ്രെഡിക്റ്റഡ് വാല്യൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലേ? സോ ദിസ് ഈസ് ആക്ച്വലി ദിസ് കമ്പാരിസൺ ഈസ് ആക്ച്വലി ഡൺ ബൈ ചെക്കിംഗ് എ കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് എ ലോസ് ഫംഗ്ഷൻ. So this is basically a function that computes the error of a prediction. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ അത് സിമ്പിളാണ്. അതിൻ്റെ ഇക്വേഷനൊക്കെ പോവുകയാണെങ്കിൽ അത് ഇറ്റ് മൈറ്റ് ഗെറ്റ് വെരി മാത്ത് ഹെവി. ബട്ട് എസെൻഷ്യലി സ്പീക്കിംഗ്, എനി കോസ്റ്റ് ഓർ ലോസ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ
that is a reflection of the error of prediction. അപ്പം അതാണ് അതിൻ്റെ പേര് കോസ്റ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അല്ലെങ്കിൽ ലോസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കണം. സോ ഫോർ ഈച്ച് ഇൻസ്റ്റൻസസ് പേഷ്യൻസ് ഇൻ അവർ എക്സാമ്പിൾ, ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന പേഷ്യൻ്റ് തന്നെയാണ്. So it is possible to compute a numerical value that is a measure of the accuracy or cost of the prediction. So this is basically that numerical value is basically nothing but a reflection of how distant is the prediction from the actual scenario, the ground truth. So in any ML algorithms, the ultimate goal is to minimize this distance. This minimize, maximize എന്നുള്ളത് ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു രണ്ട് വാക്കുകളാണ് മെഷീൻ ലേണിംഗിൽ. സോ ഈതർ മിനിമൈസ് ദ ഡിസ്റ്റൻസ് ഓർ യു ക്യാൻ ഓൾസോ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് മാക്സിമൈസിങ് ദ അക്യുറസി. അത് രണ്ടും സെയിം ആണ്. അതായത് ലോസ് മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യലി ദ സെയിം ആസ് മാക്സിമൈസിങ് ദ അക്യുറസി. അക്യുറസി എന്ന് പറഞ്ഞാൽ ഹൗ അക്യുറേറ്റ് യുവർ പ്രഡിക്ഷൻ ഈസ്. അത് ഇന്റർചേഞ്ചബിൾ ആണ്. മിനിമൈസിങ് ദ ലോസ് ഈസ് സെയിം ആസ് മാക്സിമൈസിങ് ദ അക്യുറസി. അപ്പോൾ അതാണ് ഒപ്റ്റിമൈസേഷൻ്റെ ഇൻറ്റ്യൂഷൻ. നൗ കുറച്ച് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മെഷീൻ ലേണിങ്സിൻ്റെ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. അതായത് അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ്. ഇതും വളരെ കോമൺലി യൂസ്ഡ് ടേംസ് ഇൻ മെഷീൻ ലേണിംഗ്. ഇത് ബേസിക്കലി ഈ സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് ബയസ് വേരിയൻസ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ദ കൺസെപ്റ്റ് ഇവോൾവ്സ് ഫ്രം ദ ബയസ് വേരിയൻസ് ട്രേഡ് ഓഫ്. ഈ ബയസ് എന്താണ്, വേരിയൻസ് എന്താണ്? അപ്പൊ ഈ ബയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഈ പിക്ചർ ആക്ച്വലി ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ബിറ്റ് ക്ലിയർ. അപ്പോൾ ഇവിടെ ഈ റെഡ് ഡോട്ട് കാണുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഇതൊരു ഡാർക്ക് ബോർഡ് ആണെങ്കിൽ വി നീഡ് ടു ഹിറ്റ് അറ്റ് ദ റെഡ് സ്പോട്ട് കണ്ടിന്യൂസ്ലി, അല്ലേ? അപ്പം if it is not hitting the red spot, that means that there is an error in the training set. Not in the error in the training set, there is an error in the prediction. So ഈ നീല പോയിന്റുകൾ കാണിക്കുന്നതാണ് നമ്മുടെ predictions. But these predictions actually should have come close to the red dot if the algorithm was doing good. So അതിനാണ് ഈ ബയസ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ ബയസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് ചള്ളാണ്. കൂടുതൽ ബയസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ prediction എറർ കൂടുതലാണ് എന്നാണ് അർത്ഥം. അതേസമയം വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ മൾട്ടിപ്പിൾ ഇറ്ററേഷൻസ് ഈ പ്രഡിക്റ്റഡ് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഒത്തിരി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് ഈ ടോപ്പ് റൈറ്റിലുള്ള ഇവിടെ കാണാം നമുക്ക് ബയസ് ആക്ച്വലി ഇച്ചിരി കുറവാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ പ്രഡിക്ഷൻസ് ആർ മോർ ഓർ ലെസ് ക്ലോസ് ടുവേർഡ്സ് ദ റെഡ് ഡോട്ട്. അതേസമയം തന്നെ ദർ ഇസ് ലോട്ട് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ഇൻഡിവിജ്വൽ പ്രഡിക്ഷൻസ്. അപ്പം അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹൈലി വേരിയിങ്. അപ്പം നമ്മുടെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്, ലോ ബയസ് ആൻഡ് ലോ വേരിയൻസ്. അതായത് അവർ പ്രഡിക്ഷൻ ഷുഡ് ഹിറ്റ് ദാറ്റ് എക്സാക്ട് സ്വീറ്റ് സ്പോട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇറ്റ് ഷുഡ് നോട്ട് ഡിഫർ ഓൾസോ മച്ച്. അപ്പം ഇതാണ് നമുക്ക് ശരിക്കും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരിത്. ഇത് ബേസിക്കലി ഹൈ ബയസ് ഹൈ വേരിയൻസ് ആണ്. അത് ഇറ്റ് പ്രോബബ്ലി ഈസ് യൂസ്ലെസ് ഫോർ എനി കൈൻഡ് ഓഫ് സീരിയസ് പ്രഡിക്ഷൻ ടാസ്ക്. അപ്പൊ ഈ പിക്ചറും ഈ താഴെയുള്ള ആ പിക്ചറും അതിന്റെ ഒരു അണ്ടർ ഫിറ്റിംഗ്, ഓവർ ഫിറ്റിംഗ് അല്ലെങ്കിൽ നല്ല ഫിറ്റ് ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഇറ്റ്സ് ബേസിക്കലി ദിസ് ലൈൻ ഇറ്റ് ഡസൻറ്റ് ഹാവ് മച്ച് വേരിയേഷൻ, അല്ലെ? അപ്പം ദിസ് ഈസ് ലൈക്ക് അണ്ടർ ഫിറ്റിംഗ്. അണ്ടർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ ഡിഫറെന്റ് പോയിന്റ്സ് ദാറ്റ് വി ആർ ട്രൈങ് ടു പ്രെഡിക്റ്റ്, ബട്ട് അവർ മെഷീൻ ലേണിംഗ് അൽഗോരിതം ഈസ് പ്രെഡിക്റ്റിംഗ് അലോങ് ദിസ് ലൈൻ. അപ്പം ഈ ലൈനിന്റെ അടുത്തുള്ളതൊക്കെ അത് ഒരുമാതിരി ഹിറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ ആക്ച്വലി കറക്റ്റ് പ്രഡിക്ഷൻസ്, ബട്ട് ദർ ഈസ് എ ലോട്ട് ഓഫ് പ്രഡിക്ഷൻസ് ദാറ്റ് ഇറ്റ് ഈസ് മിസ്സിംഗ്. ഇനിയിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് ആർ ആക്ച്വലി വെരി കറക്റ്റ്, അല്ലെ? കാരണം ഓരോ പ്രഡിക്ഷനിലും ഇതിന്റെ ഈ the algorithm is actually predicting the things very correct.
ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് നല്ലതാണെന്ന് നമുക്ക് തോന്നും. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് the performance of the algorithm in an external testing data set would actually be very less. ഇപ്പോൾ ഈ ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ കോമൺലി സീൻ പ്രോബ്ലം ആണ് മെഷീൻ ലേണിംഗ്. അപ്പോൾ ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് ടാസ്ക് തന്നെയാണ്. അണ്ടർ ഫിറ്റിംഗ് ചെറിയ സാമ്പിൾ സൈസ് ഒക്കെ ആണെങ്കിലാണ് അണ്ടർ ഫിറ്റിംഗ് കൂടുതലും കാണുന്നത്. നൗഡേയ്സ് വിത്ത് ദ ഗ്രോയിങ് ഡാറ്റ സൈറ്റ് ആൻഡ് ഓൾ, data size and all, underfitting is not as common as overfitting. അപ്പോൾ ഈ ഇതിന്റെ ക്ലാസിക് എന്നാ പറയുന്നത്, ക്ലാസിക് ആയിട്ടുള്ള ഈ ഓവർഫിറ്റിങ്ങിന്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സെറ്റിൽ ദിസ് വിൽ ഗീവ് വെരി ഗുഡ് അക്യുറസി അല്ലേ. ഈ പിക്ചറിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കുക. ഇപ്പൊ ഇത് ദിസ് ഈസ് ജസ്റ്റ് ദീസ് പോയിന്റ്സ് ആർ ഓൺലി ഫ്രം ദ ട്രെയിനിങ് സെറ്റ്. ട്രെയിനിങ് സെറ്റിൽ ഇത് എല്ലാത്തിനും നല്ല കറക്റ്റായിട്ട് പഠിച്ചു. പക്ഷേ അതേസമയം നമ്മൾ ടെസ്റ്റിംഗ് സെറ്റിലോട്ട് ഇതിന്റെ ഈ മോഡലിനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗീവ് എ വെരി വെരി ലോ അക്യുറസി. അതാണ് അതിന്റെ ക്ലാസിക് സെനാരിയോ. സോ വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് അവർ മെഷീൻ ലേണിംഗ് മോഡൽ ലേൺഡ് ദ ട്രെയിനിങ് ഡേറ്റ എ ബിറ്റ് ടു വെൽ ഫോർ അവർ പർപ്പസ്. അതായത് ഡേറ്റ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പഠിച്ചു. അപ്പൊ അതിന്റെ ആ ഡേറ്റയിലുള്ള അൺസർട്ടനിറ്റി ഒന്നും അതിന് മനസ്സിലാകത്തില്ല. സോ ഇറ്റ് ഈസ് യൂഷ്വലി സീൻ വിത്ത് നോയ്സസ്, എറർ ഇൻ ദ ട്രെയിനിങ് ഡേറ്റ. നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഔട്ട്ലെയർ ഡിറ്റക്ഷൻ കാണിച്ചപ്പം വി സോ സം വാല്യൂസ് ഡിഡിൻ മേക്ക് സെൻസ് അറ്റ് ഓൾ ഫ്രം എ ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. അതായത് ആ ഫിസിക്കൽ ആക്ടിവിറ്റി ക്വസ്റ്റ്യനെയറിന്റെ it's basically a variable that denotes the number of minutes of sedentary activity in 24 hours. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു 777779999 അങ്ങനത്തെ കുറെ വിയർഡ് വാല്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ വാല്യൂസ് റിമൂവ് ചെയ്തില്ലെങ്കിൽ യു ക്യാൻ തിങ്ക് ദാറ്റ് സച്ച് കൈൻഡ് ഓഫ് വെരി ഹൈലി ഔട്ട്ലൈങ് വാല്യൂസ് ദേ ക്യാൻ ആക്ച്വലി കോസ് മോഡൽസ് ടു ഓവർഫിറ്റ്. അപ്പൊ അതാണ് ഈ നോയ്സി ട്രെയിനിങ് ഡാറ്റ. പിന്നെയുള്ള ഒരു ക്ലാസിക് സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടിടത്തോളം, ഹലോ കേൾക്കുന്നില്ലേ? നമ്മൾ സയന്റിഫിക് കമ്പ്യൂട്ടിങ്ങില് കർവ് ഫിറ്റിങ്ങിലും ഒക്കെ ഉപയോഗിക്കുന്ന അതേ ടൂളുകളും അതുപോലെ സിസ്റ്റമാറ്റിക് എറേഴ്സ്, റാൻഡം എറേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിടത്തോളം എനിക്ക് മനസ്സിലായത്. അതെ, ഇതെല്ലാം ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലി. അതെ, ബേസിക്സ്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ഈ എറർ അനാലിസിസ് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബുക്ക് എനിക്ക് തോന്നുന്നത് 1950s എഴുതിയൊരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു വളരെ ക്ലാസിക് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന അതേ എക്സാമ്പിൾസും ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ വന്നു എന്നുള്ളതല്ലാതെ പിന്നെ മെഷീൻസിന്റെ പവറും കൂടി എന്നല്ലാതെ കാര്യമായിട്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ ഓവർ ഫിറ്റിങ്ങിന് എന്തായിരിക്കും മാത്തമാറ്റിക്കലി കാരണം വരുന്നത്? അത് അതാണ്, അതായത് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു നോയ്സി ട്രെയിനിങ് ഡാറ്റ. അതായത് ട്രെയിനിങ് ഡാറ്റയിലുള്ള നോയ്സ് ഇറ്റ് ക്യാൻ കോസ് ഓവർ ഫിറ്റിംഗ്. പിന്നെ ഉള്ളത് മോസ്റ്റ് വെരി കോമൺലി സീൻ ഈസ് നമുക്ക് ഇഫ് യു ഹാവ് എ വെരി ലാർജ് നമ്പർ ഓഫ് പ്രെഡിക്റ്റർ ആസ് കമ്പയർഡ് ടു നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്. ഇപ്പം if you have a data set of 100 rows and 500 columns and you are trying to predict any target variable, it is guaranteed that it will overfit. And I mean 100 versus 500 എന്ന് പറയുന്നത് it is not possible also. It will not attain convergence anyway. അതൊരു എക്സ്ട്രീം എക്സാമ്പിൾ ആണ്. പക്ഷെ ഈവൻ ഫോർ 100 പേഷ്യൻസ് 50 വേരിയബിൾസ് 40 വേരിയബിൾസ് അതൊക്കെ ആക്ച്വലി വെരി ഹൈ ആണ്. കാരണം അത്രയും നമ്പർ ഓഫ് പ്രഡിക്റ്റേഴ്സ് ഉള്ളപ്പം ഇത് ഓവർഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സെയിം ട്രെയിൻ ചെയ്ത മോഡൽ നമ്മൾ ടെസ്റ്റിംഗ് സെറ്റിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ വെരി ലൈക്ലി ലീഡ് ടു വെരി ഫോൾസ് പ്രഡിക്ഷൻസ് ഉള്ളി. ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ സാച്ചുറേറ്റഡ് മോഡൽ എന്നൊക്കെ പറയുന്ന സാധനമാണ്.
നമ്പർ ഓഫ് സാമ്പിൾസിന്റെ അത്ര തന്നെ പ്രഡിക്ടറിന്റെ എണ്ണം കൂടി വരുമ്പോൾ അത് ഓവർ ഫിറ്റിംഗ് തന്നെയാവും. അതാണ് സാച്ചുറേറ്റഡ് മോഡൽ എന്നൊക്കെ പറയുന്നത്. അല്ല ഇതിലെന്തോ ഒരു ഇതോട്ടെ ടെസ്റ്റോ മറ്റോ ഇല്ലേ, എത്ര നമ്പർ ഓഫ് വേരിയബിൾസ്, ഉണ്ട്. ഇൻഡിപെൻഡന്റ് അത് വേരിയബിൾസ്? ഉണ്ട്. അത് ബേസിക്കലി അതിനൊരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയാനായിട്ടാണെങ്കിൽ, for each predictor variable you need to have around 10 to 20 positive cases in the data. അതായത് നമ്മളുടെ ഓരോ predictor variable ഇപ്പോൾ we will have ഇപ്പോൾ 50 different variables ഉണ്ടെങ്കിൽ, for each variable we can compute the number of positive classes that are available for that variable. അപ്പോൾ അതിന്റെ ആവറേജ് അതൊരു 10 to 20 ആകണമെന്നാണ് ജനറലി പറയുന്നത്. അപ്പൊ ആ 10 to 20 ആണെങ്കിൽ ജനറലി യു നീഡ് ടു ഹാവ് എ സഫീഷ്യന്റ് സാമ്പിൾ സൈസ്. പണ്ട് 1 in 10 റൂൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഗൈഡ് ലൈൻസ് പോലെയാണ്, അല്ലാതെ അതിന് അൽഗോരിതം ഒന്നുമില്ല ജനറലി. അതെ, അതുപോലെ തന്നെ വേറൊരു കേസിൽ ഈ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഈ ഓവർ ഫിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അതിപ്പോ എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞ സാച്ചുറേറ്റഡ് മോഡലിനകത്തൊക്കെ അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഒരു ഫിനോമിനാണ് മോഡൽ കോംപ്ലക്സിറ്റി. അതായത് മോഡൽ കോംപ്ലക്സിറ്റി ക്യാൻ ഈതർ മീൻ ദ ഹയർ നമ്പർ ഓഫ് ഫീച്ചേഴ്സ്, but it can also mean the algorithmic complexity also in terms of the number of features that need to be learned. അത് കൂടാതെ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടുമ്പോഴാണല്ലോ ഈ ഓവർ ഫിറ്റിംഗ് ഇഷ്യൂ വരുന്നത്. മെഷീൻ ലേണിംഗിൽ ഞാൻ മനസ്സിലാക്കിയത് there will be a process or there will be separate algorithms to find out the significant features. The insignificant features നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് കുറയ്ക്കാൻ, നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കുറയ്ക്കാനുള്ള ടൂൾസും അൽഗോരിതംസും മെഷീൻ ലേണിംഗിന്റെ പാക്കേജിന്റെ അകത്ത് കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. പ്രത്യേകിച്ച് പൈത്തോണിലെല്ലാം SKLearnൽ ഈ ടൂൾസ് ഉണ്ട്. അപ്പൊ എല്ലാ ഫീച്ചേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് അതിനകത്ത് സ്റ്റഡി ചെയ്യാൻ പറ്റും ഏത് ഫീച്ചേഴ്സ് ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ഇൻസിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ തന്നെ എറർ കുറയുവാനും ഈ ഓവർ ഫിറ്റിംഗിന്റെ ഒരു ചാൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഞാനത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം. അതെ, അത് ആക്ച്വലി അടുത്ത സ്ലൈഡിൽ ആക്ച്വലി അതിനെ അങ്ങോട്ടാണ് കിടക്കുന്നത്. അതിന്റെ ഇത് ബേസിക്കലി അണ്ടർ ഫിറ്റിംഗ് ഓവർ ഫിറ്റിംഗ് എന്താണ് എന്നുള്ള ഒരു ഇതാണ്. ഇത് അവസാനം നമ്മൾ ഈ മോഡൽ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ ഈസ് നോട്ട് ആസ് കോംപ്ലക്സ് ആസ് എ ന്യൂറൽ നെറ്റ്വർക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിന് ദർ ആർ മെനി പാരാമീറ്റേഴ്സ് ടു ലേൺ. ഈ പാരാമീറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് ഈ കണ്ട മൾട്ടിപ്പിൾ ബേറ്റാസ് ഉണ്ടല്ലോ. ദീസ് ബേറ്റാസ് ആർ ദ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണെങ്കിൽ the number of parameters that needs to be learned would be more or less equal to the number of predictor variables plus 1. ഈ intercept time കൂടെ ഉണ്ട്, beta 0, but that is not really impacting anything. So it is more or less same with the number of predictor variables. So അതേസമയം ന്യൂറൽ നെറ്റ്വർക്കിലോട്ട് പോവുകയാണെങ്കിൽ there are so many different parameters. ഓരോ ഹിഡൻ ലെയറും അങ്ങനെയൊക്കെ വരുമ്പോൾ that number of parameter കൂടുമ്പോഴും that means that the model complexity is increasing. That in turn means that the chance for overfitting is higher with the overly complex model. അപ്പൊ ഇതിന്റെ അകത്ത് ഇതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what are the different methods to prevent overfitting. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആക്ച്വലി ഒരു ടെക്നിക്കാണ്. അതായത് നമുക്ക് if we have n number of features we can actually reduce that feature space. Feature space എന്ന് പറഞ്ഞാൽ you can think of it like an n dimensional space of all those features. അതിന്റെ ഡയമെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് PCA. അപ്പൊ ഇതാണ് നേരത്തെ ഞാൻ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസിന്റെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ പാർട്ടായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ PCA ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. അപ്പോൾ അതൊരു PCA ക്യാൻ ആക്ച്വലി ബി യൂസ്ഡ് ഫോർ വാട്ട് ഈസ് നോൺ ആസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. അതായത് PCA നമ്മുടെ ഡാറ്റാ സെറ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം 100 വേരിയബിൾ ഉള്ള ഒരു ഡാറ്റാ സെറ്റ് ആണെങ്കിൽ
you can maybe reduce the data set size to maybe 30, 40, depending on how well that reduced feature space is representing the original feature space. ഇപ്പം ആ 30 ഫീച്ചർ ചിലപ്പോൾ മതിയായിരിക്കും. അപ്പൊ ഈ 30 ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഫീച്ചറും എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ വരുന്നത്. അത് ആക്ച്വലി യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ഈ 30 ഫീച്ചറിലെ ഓരോ ഫീച്ചറും ഒറിജിനൽ 100 ഫീച്ചറിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അതിന് ഇപ്പം ഓരോ ഫീച്ചറും has some relation with all the other 100 different variables. ഇപ്പൊ PCA ചെയ്യുവാണെങ്കിൽ ചിലർക്ക് ഓൾറെഡി അറിയായിരിക്കും, ലൈക്ക് we know that there are things like principal component 1, 2, 3, 4 like that. അപ്പൊ അതിന്റെ ഒരു ഇൻഡ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 കമ്പോണന്റ് ആയിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. അപ്പൊ അതങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. സോ in some cases just 2 features might actually represent 80% of the original data. പക്ഷെ ആ ഫീച്ചറിന്റെ എന്നാ പറയുന്നത് ഒരു ഇന്റർപ്രിട്ടേഷൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം ദാറ്റ് ഈസ് ഈച്ച് ഫീച്ചർ ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ ഒറിജിനൽ ഫീച്ചേഴ്സ്. അപ്പൊ അത് ആക്ച്വലി if your goal is only prediction, if your goal is not to explain anything, then that is fine. If you want to explain, like if you want to find what are the top features impacting kidney disease risk, അപ്പൊ അതിൻ്റെ അകത്ത് ഈ PCA ചെയ്ത ഡേറ്റ സെറ്റ് ആണ് നമ്മൾ മെഷീൻ ലേണിംഗിലോട്ട് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് ഫീച്ചേഴ്സ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് മെഡിക്കലി ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ബേസിക്കലി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ is actually difficult, but it is not a problem if your task is only prediction. The problem comes only when you want to actually interpret and explain the machine learning model. അപ്പോൾ അതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് പോപ്പുലർ ടെക്നിക് ആൻഡ് ഓൾസോ ദ തേർഡ് വൺ, ക്രോസ് വാലിഡേഷൻ. റെഗുലറൈസേഷൻ എന്ന് പറയും. ഈ റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓവർ ഫിറ്റിങ്ങിനകത്തെ ഒരു ഫിനോമിനൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പല ഇപ്പൊ ഈ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിലെ പല ഡേറ്റാസും ഇറ്റ് ക്യാൻ ഗെറ്റ് ഓവർ ഇൻഫ്ലേറ്റഡ്. അതിന് വലിയ വാല്യൂസ് ഒക്കെ ചിലപ്പം കിട്ടും. അതാണ് ബേസിക്കലി ഓവർ ഫിറ്റിങ്ങിന്റെ ഒരു ക്ലാസിക്കൽ ഒക്കറൻസ്. ഈ റെഗുലറൈസേഷൻ ചെയ്യുക എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യും. ആ ഓരോ കോഎഫിഷ്യൻസ് ഓരോ ഇറ്ററേറ്റീവ് പ്രോസസ്സിലും we can actually penalize the growth of the value of this coefficients. So basically the idea is to shrink the coefficients that are to be learned towards 0. So ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് ബയസ് ഇൻക്രീസ് ചെയ്യും, അതായത് പ്രഡിക്ഷൻ എറർ ഇൻക്രീസ് ചെയ്യും. ബട്ട് ദ തിങ് ഈസ് ഇറ്റ് ക്യാൻ ആക്ച്വലി റെഡ്യൂസ് ദ വേരിയൻസ് സബ്സ്റ്റാൻഷ്യലി വിത്തൗട്ട് മച്ച് പ്രോബ്ലമാറ്റിക് ഇൻക്രീസ് ഇൻ ബയസ്. അപ്പൊ അതാണ് റെഗുലറൈസേഷന്റെ ഒരു ഇൻഡ്യൂഷൻ. സോ ഈ നമ്മൾ ആദ്യം ഈ ലിസ്റ്റ് ഓഫ് മെഷീൻ ലേണിംഗ് മോഡൽസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ, അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഈ ലാസോ, റിഡ്ജ്, ഇലാസ്റ്റിക് നെറ്റ് അതൊക്കെ കണ്ടിരുന്നത്. ഈ റെഗുലറൈസേഷൻ ഇൻ വൺ വേ ഓർ അനദർ ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ഓഫ് ദീസ് ഡിഫറെന്റ് മോഡൽ. ലോജിസ്റ്റിക് റിഗ്രഷൻ പെർസെ അത് റെഗുലറൈസ്ഡ് മോഡൽ അല്ല, അതായത് ഇറ്റ് ഡസന്റ് പീനലൈസ് എനി ഓഫ് ദ കോഎഫിഷ്യൻസ്. അവിടെ ഒരു കൺസ്ട്രെയിൻ ഒന്നുമില്ല. അപ്പൊ അത് ഓവർഫിറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ലാസോ, റിഡ്ജ്, ഇലാസ്റ്റിക് നെറ്റ് ഈ ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ എക്സ്റ്റൻഷൻ ഓഫ് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ വിത്ത് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് ഫോർ റെഗുലറൈസേഷൻ. പിന്നെ റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ മെഷീൻ ലേണിംഗ് മോഡൽ വേർ ദ ലേണിംഗ് ഈസ് ഡൺ ബൈ ഡെസിഷൻ ട്രീസ്, ലൈക്ക് മൾട്ടിപ്പിൾ യു ക്യാൻ ഇറ്റ് ലൈക്ക് മൾട്ടിപ്പിൾ ഇഫ് എൽസ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. പിന്നെയുള്ളത് ഇവിടെ ന്യൂറൽ നെറ്റ്വർക്സിലും റെഗുലറൈസേഷൻ അപ്ലൈ ചെയ്യാം, ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻസിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അൽഗോരിതംസ് ഒന്നും ജനറലി ഇല്ല. സോ വി ഹാവ് മെനി തിങ്സ് വി ക്യാൻ ആക്ച്വലി ഡു ടു പ്രിവെന്റ് ഓവർ ഫിറ്റിംഗ്. അപ്പൊ അത് ഡയഗ്നോസ് ചെയ്യുക, അത് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ ആദ്യത്തെ പ്രധാനപ്പെട്ടത്. ജനറലി ഒരു മെഷീൻ ലേണിംഗ് പ്രോജക്റ്റിൽ ആദ്യത്തെ ഒരു ബേസിക് ആയിട്ട് ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ ആയിരിക്കും ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഇൻ മെനി കേസസ് ഐ ഹാവ് ഫൗണ്ട് ട്രെയിനിങ് സെറ്റ് ഭയങ്കര നല്ലപോലെ തരുന്നു, പക്ഷെ അതേസമയം ടെസ്റ്റിംഗ് സെറ്റിൽ വളരെ പൂർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അത് ക്ലാസിക്കൽ ഇതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഈ ഡയഗ്രാം അതിന്റെ ഒരു ഓവർ ഫിറ്റിങ്ങിന്റെ ഒരു
എക്സാമ്പിളാണ് ഇത്. ബേസിക്കലി ഇവിടെ മോഡൽ കോംപ്ലക്സിറ്റി കൂടുന്തോറും ട്രെയിനിങ് സെറ്റിലുള്ള എറർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇവിടെയുള്ള ടെസ്റ്റ് സെറ്റിലുള്ള എറർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ വൈ ആക്സിസ് എന്ന് പറയുന്ന എററാണ്. ഈ നടുക്കുള്ള ഇതാണ് നമ്മുടെ സ്വീറ്റ് സ്പോട്ട്, അവിടെ ഹിറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് മോഡൽ കോംപ്ലക്സിറ്റി അല്ല. ഇപ്പം നിങ്ങൾക്ക് ലൈക്ക് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇൻ ദ ട്രെയിനിങ് സെറ്റ് ആണെങ്കിലും മോർ ഓർ ലെസ് ദിസ് ഡയഗ്രാം വുഡ് ബി സെയിം. ട്രെയിനിങ് സെറ്റിലുള്ള എറർ കുറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ടെസ്റ്റിംഗ് സെറ്റിലുള്ള എറർ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇവിടെ വെച്ചൊക്കെയാണ് നമുക്ക് പലപ്പോഴും ഈ പോയിന്റിലൊക്കെ വെച്ച് കിട്ടും. അപ്പം നമ്മൾ ട്രെയിനിങ് സെറ്റിൽ മേ ബി യു മൈറ്റ് ഗെറ്റ് 100% ഓർ 95% അക്യുറസി, പക്ഷേ ടെസ്റ്റിംഗ് സെറ്റിൽ അത്രയും കിട്ടത്തില്ല. അതാണ് ഓവർ ഫിറ്റിംഗ് തിരിച്ചറിയാന്നുള്ളത്. അപ്പം നമുക്ക് we might have to do some things like either dimensionality reduction or think of applying regularization. അങ്ങനത്തെ. ഇത് മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്രോസ് വാലിഡേഷൻ. ഇത് ആക്ച്വലി ഒരു അഡീഷണൽ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നൊന്നുമല്ല മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ്. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡിഫോൾട്ട് ഇൻ എനി മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ്. സോ ഇതിന്റെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് സെറ്റ് മാത്രമാണല്ലോ ML മോഡലിലോട്ട് പോകുന്നത്. അപ്പം ബട്ട് you can actually segregate a training set itself into multiple independent subsets. ഇപ്പോൾ ഒരു 1000 പേഷ്യൻസിന്റെ ഡേറ്റ ആണെങ്കിൽ you can think of it like dividing that data into 10 different pieces with each of them containing 100 patients. എന്നിട്ട് അതിലെ ഒരു ഫോൾഡ്, അതിന് ഫോൾഡ് എന്നാണ് പറയുന്നത്, ക്രോസ് വാലിഡേഷൻ ഫോൾഡ്. ഒരു ഫോൾഡ് എന്ന് പറയുന്ന ഒരു 100 പേഷ്യൻസിന്റെ ഒരു ഡേറ്റ ആയിരിക്കും. അത് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് we will not show it to the machine learning algorithm. Now on the remaining 9 folds we do the training and evaluation is carried out on this independent data set. So this can actually help prevent the ML model from learning a bit too much of the entire training data. കാരണം അതിന്റെ ഓരോ ഇറ്ററേറ്റീവ് പ്രോസസ്സിൽ it will not really see the entire data, and also the evaluation will be carried out on an independent data. ഇപ്പൊ ഇവാലുവേഷൻ നമ്മൾ ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ തന്നെ ആണ് നടത്തുമ്പോഴാണല്ലോ ഈ എറർ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പം അൽഗോരിതം മൈറ്റ് തിങ്ക് ലൈക്ക് he or she is doing very well, അതങ്ങ് പോകും ട്രെയിനിങ് സെറ്റ്. പക്ഷെ ക്രോസ് വാലിഡേഷൻ ഉണ്ടെങ്കിൽ, സിൻസ് വി ആർ ഇവാലുവേറ്റിംഗ് ഓൺ ആൻ ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഡ്യൂറിംഗ് ട്രെയിനിങ് ഇറ്റ്സെൽഫ്, ഈ ടെസ്റ്റ് സെറ്റിലുള്ള പ്രൊഡിക്ഷൻ ഇറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ. Anyway, this is during training itself we can actually evaluate on an independent data set. അതാണ് ഈ ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്രോസ് വാലിഡേഷൻ നമ്മൾ എന്നാണെങ്കിലും ഇറ്റ്സ് ബൈ ഡിഫോൾട്ട് അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എനി മെഷീൻ ലേണിംഗ് പ്രോജക്ട്സ് ഇറ്റ് വിൽ ബി ദെയർ. സോ ഇതിന്റെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. ഈ പർട്ടിക്കുലർ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ഇത് ഈ ക്രോസ് വാലിഡേഷന്റെ വിക്കിപീഡിയ പേജിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ്. ഇത് 4 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ്. അതായത് ഈ ഓരോ റോയും നിങ്ങൾക്ക് ട്രെയിനിങ് ഡേറ്റ ആയിട്ട് കാണാം. ഈ 1, 2, 3, 4 പിന്നെ ടിൽ k ഇറ്ററേഷൻസ്. അത് ബേസിക്കലി ആദ്യത്തെ ഇറ്ററേഷനിൽ ഈ ആദ്യത്തെ ഗ്രൂപ്പ് ആണ് ടെസ്റ്റ് ഡേറ്റ ആയിട്ട് പോകുന്നത്. ഇത് മാത്രമാണ് ട്രെയിനിങ് ഡേറ്റ ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ട്രെയിൻ ചെയ്യിക്കും. ദെൻ ഇറ്റ് വിൽ കമ്പ്യൂട്ട് ദ എറർ ഓൺ ദ ടെസ്റ്റ് സെറ്റ്. ഇനി അതിന്റെ അടുത്ത ഇറ്ററേറ്റീവ് പ്രോസസ്സിൽ ദ ടെസ്റ്റിംഗ് ഡേറ്റ ബിക്കംസ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്. അപ്പം ഈ ബ്ലോക്കിനല്ലാത്ത ഈ ബോൾസ്, ഈ റെഡ് ആൻഡ് ഗ്രീൻ ബോൾസ് മാത്രമാണ് ട്രെയിനിങ് ഡേറ്റ ആണ്. അപ്പൊ അത് ഇറ്റ് വിൽ ഗെറ്റ് ആക്ച്വലി റിപ്പീറ്റഡ് k ഡിഫറെന്റ് ടൈംസ്. And the final accuracy or any performance metric of the machine learning model would actually be the average of all the different evaluation on each individual test data sets. അപ്പം ഇപ്പൊ 10 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ അല്ലെങ്കിൽ 5 ഫോൾഡ് 10 ഫോൾഡ് ആണ്. ഈ രണ്ടെണ്ണമാണ് വളരെ കോമൺലി യൂസ് ചെയ്തേക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ ഏത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ there is in much guidance, but 5 or 10 usually is good enough. ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈസ്, അതായത് ഇപ്പം
100 ഫോൾഡ്സ് ആണ് നമ്മൾ എടുക്കുക. 100 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡാറ്റയുടെ സൈസ് വളരെ കുറയും. കാരണം വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു ന്യൂമറസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ബിക്കോസ് 100 is a big number. So evaluation is carried. So as k increases, evaluation gets carried out on a smaller and smaller data set. പിന്നെ നമ്പർ വളരെ കുറവാണെങ്കിൽ ഇപ്പം 2 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ പകുതി പേഷ്യന്റിനെ മാത്രമേ ട്രെയിൻ ചെയ്യുള്ളൂ, അടുത്ത പകുതി പേഷ്യൻസിന്റെ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി വെൻ യു ഹാവ് ലോ സാമ്പിൾ സൈസ് ഓൾറെഡി ഒറിജിനൽ എൻ്റയർ ട്രെയിനിങ് ഡേറ്റ തന്നെ കമ്പയർഡ് ടു നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇഫ് ഇറ്റ് ഈസ് ലെസ്, then if you go for a low number of k-fold cross validation, the problem is that that itself can cause overfitting. Karanam we only have very few patients in our individual training sets. അപ്പൊ അതാണ് ഈ ഒത്തിരി ഹൈ നമ്പറിന്റെയും വളരെ ചെറിയ നമ്പറിന്റെയും ഒരു പ്രശ്നം. ബട്ട് 5, 10 ആണെന്ന് തോന്നുന്നു കൂടുതലൊക്കെ അങ്ങനെ ഉപയോഗിക്കാറുള്ളത്. ഐ ഹാവ് യൂസ്ഡ് 3, 5, 10 ലൈക്ക് ദാറ്റ്. കൂടുതൽ ഇതിന്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഹാവ് ടു ആക്ച്വലി ട്രെയിൻ മൾട്ടിപ്പിൾ മോഡൽസ് യൂസിങ് മൾട്ടിപ്പിൾ CV ക്രോസ് വാലിഡേഷൻ അപ്രോച്ചസ് ആൻഡ് ദെൻ കമ്പയർ ബിറ്റ്വീൻ ഡിഫറെന്റ് മോഡൽസ്. അതൊരു സെൻസിറ്റീവ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് മൈ ടേക്ക് ലോട്ട് ഓഫ് ടൈം. യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് many other parameters to actually train for. അപ്പൊ അതിന്റെ അകത്ത് ഒരു പാരാമീറ്റർ ക്രോസ് വാലിഡേഷന്റെ നമ്പർ, അതായത് ഈ കെ എന്ന് പറയുന്ന നമ്പരും കൂടെ ഒരു ട്യൂണിങ് പാരാമീറ്റർ ആയിട്ട് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ജസ്റ്റ് ആഡ്സ് ടു ദ ലെങ്ത് ഓഫ് ട്രെയിനിങ്. സോ നോട്ട് യൂഷ്വലി കൺസിഡർഡ് ആസ് എ ട്യൂണിങ് പാരാമീറ്റർ. അതായത് ഈ കെ എന്ന് പറയുന്ന നമ്പർ ട്യൂൺ ചെയ്ത് അതിന്റെ കറക്റ്റ് നമ്പർ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷനകത്ത് ട്യൂൺ ചെയ്യുക എന്ന് പറയുന്ന ഓരോ ഇറ്ററേറ്റീവ് പ്രോസസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ട്യൂൺ ചെയ്ത് വി നീഡ് ടു ഫൈൻഡ് ദ റൈറ്റ് സെറ്റ് ഓഫ് ബേറ്റാസ്. അതുപോലെ ട്യൂൺ ചെയ്ത് ഈ കെയും കൂടെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ജസ്റ്റ് ഇൻക്രീസസ് ഇറ്റ് മൈറ്റ് ബി ഇൻക്രീസസ് ദ ടൈം. ഇറ്റ് മൈറ്റ് ബി നത്തിങ് ബട്ട് ആൻ ഓവർകിൽ. അത്രയും ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് പലപ്പോഴും കിട്ടാൻ സാധ്യതയില്ല. സോ 5 or 10 ഈസ് യൂഷ്വലി ഗുഡ് ഇനഫ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഈ ഇന്നത്തെ ഒരു പ്രസന്റേഷന്റെ. ഇനി നമുക്ക് ഇന്നിപ്പോ സമയമില്ല. അടുത്ത സെഷനിൽ ആക്ച്വലി വി ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് അൽഗോരിതംസ് ഇൻ ആർ യൂസിങ് ദ കാരറ്റ് ലൈബ്രറി. അപ്പം വി വിൽ ഓൾസോ ഗോ ഇൻ ടു സം ഓഫ് ദ ന്യൂആൻസസ് ഓഫ് ഹൗ ടു ഇവാലുവേറ്റ് എ മോഡൽസ്. ആക്ച്വലി അത് ഇച്ചിരി ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പം നീണ്ടുപോയി. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ ഡെന്നീസ്, ഒരു ചോദ്യം. അല്ല, ഈ മാറിന്റെ പല പാക്കേജസ് നമ്മൾ നോക്കുമ്പോൾ ചിലതില് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ക്രോസ് വാലിഡേഷൻ പറയുന്നുണ്ട്, വേറെ ചിലതിൽ ഇതുപോലെ മൾട്ടിപ്പിൾ ഫോൾഡ് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ വരുന്നത്? ചിലതിന് മാത്രം ഇത് ഐഡിയലി മൾട്ടി ഫോൾഡ് ആണ് വേണ്ടതല്ലേ? അതെ. കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് ഐ തിങ്ക് അതായത് സാറ് പറയുന്ന ആ പാക്കേജ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണോ? അങ്ങനെ വരണ്ട. അല്ലല്ല, ആ പാക്കേജിൽ ഇൻഹറന്റ് ആയിട്ട് കമാൻഡ്സ് കാണുമല്ലോ. അതിൽ ചിലതില് വെറുതെ വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു ക്രോസ് വാലിഡേഷൻ മാത്രമേ അതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറലി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് പാക്കേജസിലെല്ലാം ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഓഫ് ക്രോസ് വാലിഡേഷൻ. അപ്പൊ അതിന്റെ അകത്ത് ഏതാണ് വേണ്ടതെന്നുള്ളത് ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ അസ്. അതായത് അവരാക്ച്വലി അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് പാക്കേജുകൾ അങ്ങനെ പറയല, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്രോസ് വാലിഡേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? സിമ്പിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓൺലി ഇഫ് യുവർ സാമ്പിൾ സൈസ് ഈസ് റിയലി ലാർജ് ഇനഫ്. ഇപ്പം ഈ കേസിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ലൈക്ക് 2 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ and then repeat it 2 times. പക്ഷെ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് 2 or 5, അത് അത്രയ്ക്കൊരു എന്നാ പറയുന്നത്, അത്രയ്ക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇതല്ല ഈ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ അല്ലേ. കാരണം ഈ ഇറ്റ് ജസ്റ്റ് നീഡ്സ് ടു ഡിവൈഡ് ദ ട്രെയിനിങ് സെറ്റ് ഇൻ ടു കെ ഡിഫറെന്റ് ഫോൾഡ്സ് ആൻഡ് ദെൻ ഡു ദ ട്രെയിനിങ് കെ ടൈംസ്. അത് 2, 3 അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പം
it might increase the time little bit, but എന്നാ പറയുന്നത്, അതിന്റെ ആ കോംപ്ലക്സിറ്റി ലെവൽ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് കൂടുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ക്യാരറ്റ് പാക്കേജ് ആക്ച്വലി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. അതിന്റെ ഡോക്യുമെന്റേഷൻ ഭയങ്കര നല്ലതാണ്. വെരി കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റേഷൻ. ക്യാരറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എന്നാലും കണ്ടിട്ടുണ്ട് അത്. Carrot actually, it's actually very good. And from a pure programming point of view also, ഈ ക്യാരറ്റിൽ ഇപ്പം നമ്മൾ ഇതിന്റെ എല്ലാം ഈ തിയറിയും മാത്രം ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഇതിന്റെ ഈ അവസാനം വരുമ്പം ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു കമ്പർസം ടാസ്ക് ഒന്നും അല്ല. ഇപ്പൊ ഈവൻ ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ ഒരു ഒറ്റ ഇതെത്ര ഒരു 5-6 ലൈനേ കാണത്തുള്ളൂ. ഇതിൽ this much code is enough to train. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഇംപ്ലിമെന്റേഷൻ ഈസിയാണ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ ലാൻസിന്റെ ബുക്കിൽ ഇത് പറയുന്നുണ്ടോ ക്യാരറ്റ്? ലാൻസിന്റെ ബുക്കില് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ ആ ബുക്കാണോ സാർ പറഞ്ഞത്? അത് തന്നെ, മെഷീൻ ലേണിംഗ് വിത്ത് ആർ. ഓ, അതെനിക്ക് അറിയത്തില്ല. ആക്ച്വലി ആ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല സാർ. അത് ഇതിന്റെ റിവ്യൂസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അത്. എന്റെ കയ്യിലുണ്ട്, ഞാൻ ആദ്യത്തെ ഒരു 1-2 ചാപ്റ്റർ വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു. അതിന്റെ അകത്ത് കാണും, കാരണം ഇത് ക്യാരറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഇതിന്റെ ഈ ഡോക്യുമെന്റേഷൻ ഓക്കെ, കോഡിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ്. ഇതിന്റെ അകത്ത് ഒത്തിരി ഡിഫറെന്റ് അൽഗോരിതംസ് അവൈലബിൾ ആണ്. അതൊരു മെയിൻ സ്റ്റേ ആണല്ലേ ആറില്? അതെ, മെഷീൻ ML എന്ന് പറയുമ്പം ക്യാരറ്റ് ആണ് അതിന്റെ ഒരു മെയിൻ ആയിട്ട് ഇത് വരുന്നത്. പിന്നെ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പം മെഷീൻ ലേണിംഗ് യൂസിങ് ആറ് ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഇവിടെ ML വരുമ്പം എല്ലാം തന്നെ പൈത്തൺ ആണ് വരുന്നത്. പൈത്തൺ ആണ് വരുന്നത്. അപ്പൊ അത് കൂടുതൽ ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്ലോയ്മെന്റിനൊക്കെ ഇച്ചിരി കൂടെ ബെറ്റർ പൈത്തൺ ആണ്. പിന്നെ ഇച്ചിരി കൂടെ മെമ്മറി എഫിഷ്യന്റും പൈത്തൺ ആണ്. അപ്പൊ അത് പ്രത്യേകിച്ച് ഡീപ് ലേണിംഗ് ഒക്കെ വരുമ്പോൾ പൈത്തണെ ആൾക്കാർ ചിന്തിക്കാറുള്ളൂ, ആറിനെ പറ്റി ചിന്തിക്കാറില്ല. ബട്ട് ഇറ്റ് ഈസ് ബിക്കമിങ് ബെറ്റർ. ആറിന് ഒത്തിരി കേപ്പബിലിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഈ ക്യാരറ്റിന്റെ ഒരു കാര്യം ഞാനത് പറയാൻ തുടങ്ങി. they have added a multi-threading support. അതായത് നമുക്ക് നമ്മുടെ CPU-ന് എത്ര കോർ ഉണ്ടെങ്കിൽ ആ ഓരോ കോറിലോട്ടും ഈ ട്രെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പറേഷൻ പാരലലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കമ്പ്യൂട്ടേഷൻ ഇപ്പം വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ഇതിപ്പോ ഇമേജ് ഡാറ്റ ആണെങ്കിൽ ആറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇമേജ് ഡാറ്റ ആണെങ്കിലും ആറിന്റെ അകത്തുള്ളതാ ഉണ്ട്. CNN-നും ഈ കേരാസ് ലൈബ്രറി, കേരാസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ഇല്ലേ, ടെൻസർ ഫ്ലോ തന്നെയുള്ള, കേട്ടിട്ട് കാണുമല്ലോ. കേരാസ് എന്ന് പറയുന്ന ഒരു ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്ക്. ഞാനത് പൈത്തണിൽ ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് കേരാസ് ഈസ് അവൈലബിൾ ഇൻ ആർ ഓൾസോ. കേരാസ് ഫ്രെയിംവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ലേണിംഗ് ആറിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. Thank you very much. Very good. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.